അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറുദല്ലാഹ്. അമ്മാ ബഅദ്. പ്രേമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാമൊക്കെയും നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പല കാര്യങ്ങളും നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ദുന്യവിയായിട്ടും ഉഖ്റവിയായിട്ടുമുള്ള പല കാര്യങ്ങളും ശരിയായി കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ ആ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 5 അടയാളങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ 5 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിൽ ഉണ്ടായാൽ തന്നെ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, തീർച്ചയായിട്ടും ഞാൻ അതിന് ഉത്തരം നൽകും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. അത് ചിലപ്പോൾ ഒരു വിശ്വാസി അള്ളാഹുവിനോട് ചോദിച്ചത് അതേസമയം അവർക്ക് കൊടുക്കലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഷെറിനെ അവരിൽ നിന്നും തടയലാകാം. ചിലപ്പോൾ അവൻ ചോദിച്ചതിനേക്കാൾ ഹൈറായ മറ്റൊന്ന് നൽകലാകാം. ഇനി ഹൈറല്ലെങ്കിൽ അവനിൽ നിന്നും അത് ഒഴിവാക്കലാകാം. എങ്ങനെയായാലും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു വിശ്വാസി എന്ത് തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും അത് അള്ളാഹു സുബ്ഹാനഹു തആല അവനിക്ക് നൽകും എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവന് മാത്രമേ അത് നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ ലോകത്ത് ആർക്കും തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സാധിക്കുകയില്ല. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ധാരാളം ആളുകളും പറയുന്ന കാര്യമാണ്, വലിയ നിരാശയോടുകൂടിയായിരിക്കും അവർ പറയുക, ഉസ്താദേ, ഞാൻ ഒരുപാട് ദുആ ചെയ്ത് എൻ്റെ പല കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് അതൊന്നും നടന്നു കിട്ടുന്നില്ല, ഉസ്താദ് എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി പറയുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കും. മഹാനായ ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നാണ് ഞാൻ ഈ കാര്യം ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ സൂഫിയും പണ്ഡിതനുമായിരുന്നു. ഇദ്ദേഹം ഒരു സ്വാലിഹായ മകനുണ്ടാകാൻ വലിയ രീതിയിൽ ആഗ്രഹിച്ച ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഇദ്ദേഹം ഹജ്ജിന് പോയി. അങ്ങനെ അവിടെ നിന്ന് സംസം വെള്ളം കുടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്, അള്ളാഹുവേ, എനിക്കൊരു സ്വാലിഹായ മകനെ നൽകണേ എന്ന്. പിന്നീട് അദ്ദേഹം ആ വർഷം തന്നെ ഷാമിലേക്ക് മടങ്ങി വരികയും അടുത്ത വർഷം റമളാൻ 20-ന് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഈ പിറന്ന കുട്ടിയാണ് മഹാനായ ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു. 100 കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മഹാനായ ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ്, വലിയ ശൈഖാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും ഈ മഹാൻ്റെ കൂടെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് ദുആക്ക് ഉത്തരം നൽകി എന്നതിൻ്റെ 5 അടയാളങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തേത് അൽ ബുക്കാവു.
ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുമ്പോൾ നമുക്ക് കരച്ചിൽ വരിക. കരച്ചിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കരയുക എന്നല്ല. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആയുടെ ആത്മാർത്ഥത കൊണ്ട് നമ്മുടെ ഹൃദയം പൊട്ടി നമ്മൾ പോലും അറിയാതെ നമുക്ക് കരച്ചിൽ വരും. അങ്ങനെ നമുക്ക് കരച്ചിൽ വന്നാൽ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമതായി ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു പറയുന്നത് ദുആ ചെയ്യുന്നവൻ്റെ ഹൃദയം പിടക്കുക എന്നതാണ്. ഒറ്റയ്ക്കിരുന്ന് വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിശബ്ദതയോടുകൂടി ദുആ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് അനുഭവപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത് പറയുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകും. ചില ആളുകൾക്ക് ഇത് മനസ്സിലാകില്ല. അതിന് കാരണം അവർ ചെയ്യുന്ന ദുആ ആത്മാർത്ഥത അല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിൽ ഹൃദയം തുടിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്ന ദുആ ചെയ്യാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് മഹാനവറുകൾ പറയുന്നു, ദുആ ചെയ്ത് കഴിഞ്ഞ സമയം നമ്മുടെ മനസ്സിന് വലിയ സന്തോഷമുണ്ടാകുക, നമ്മുടെ ഹൃദയത്തിന് വലിയ ഉന്മേഷമുണ്ടാകുക, നമുക്ക് എന്തോ വലിയൊരു സന്തോഷം കിട്ടിയതുപോലെ തോന്നുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾക്കും ശരീരത്തിനുമൊക്കെ നല്ല ശക്തിയുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. മാത്രമല്ല മഹാനവറുകൾ പറയുകയാണ്, ദുആക്ക് ശേഷം എന്തോ ചുമട് മുകളിൽ നിന്നും ഇറക്കി വെച്ചതുപോലെ തോന്നുക, എന്തോ ഒരു വലിയ ഭാരം നമ്മുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോയതുപോലെ തോന്നി നമുക്ക് വലിയൊരു സന്തോഷമുണ്ടാകുക, നമ്മൾ ഫ്രീ ആയതുപോലെ നമുക്ക് തോന്നും എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഇത് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അടയാളമാണ്. ഇനി നാലാമത്തെ സൂചനയാണ്, നമ്മൾ ദുആ ചെയ്തതിന് ശേഷം നമ്മുടെ കാലിനടിയിൽ ഒരു തരിപ്പ് അനുഭവപ്പെടുക. അതായത് നിരന്തരമായിട്ട് അനുഭവപ്പെടുകയല്ല, ആ സമയം മാത്രം നമുക്കൊരു തരിപ്പ് അനുഭവപ്പെടുന്നത് പോലെ തോന്നും. ഇനി അഞ്ചാമത്തെ അടയാളമാണ്, നമ്മൾ ദുആ ചെയ്തതിന് ശേഷം മഴ വർഷിക്കുക. മഴ പെയ്യുക എന്നുള്ളത് നാം എല്ലാവർക്കും അറിയാം വലിയ അനുഗ്രഹമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മഴ വർഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ദുആ ചെയ്തതിന് ശേഷം നിങ്ങളിൽ അനുഭവപ്പെട്ടാൽ മതി. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ധാരാളം ആളുകളുടെയും മനസ്സിലിപ്പോൾ വന്നിട്ടുണ്ടാകും, ഞാൻ അന്ന് ദുആ ചെയ്തപ്പോൾ ഈ പറഞ്ഞതിൽ ചിലതൊക്കെ എന്നിൽ ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന്. എന്നാൽ മാഷാ അല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദുആകളും സ്വീകരിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.